കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് കരൂരിൽ TVK പാർട്ടിയുടെ വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചത്. അടുത്ത കാലം വരെ സിനിമയിൽ അഭിനയിച്ചിരുന്ന വിജയുടെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി രൂപീകരിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടിയാണ് ഇവിടെ ജനങ്ങൾ ഒത്തുകൂടിയത്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നത്. പക്ഷേ വിജയ് എത്തുമെന്ന് പറഞ്ഞതിൻ്റെ 7 മണിക്കൂർ ശേഷമാണ് അദ്ദേഹം ഈ സ്ഥലത്തെത്തിയത്. അപ്പോൾ 7 മണിക്കൂർ അവിടെ ജനങ്ങൾ രാവിലെ തന്നെ വന്ന് ഈ ചൂടിൽ, നമ്മളെന്ന ഈ ദിവസം കണ്ടതാണ് ഇവിടുത്തെ ചൂടും പ്രയാസമൊക്കെ, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വലിയ പ്രയാസത്തിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്കാണ് അദ്ദേഹം വന്നത്. അവരെ ആശ്വസിപ്പിക്കാനോ അവർക്ക് വേണ്ട ഭക്ഷണമോ വെള്ളമോ കൊടുക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് വന്നിറങ്ങിയോടുകൂടി ആരാധകരുടെ ആവേശം മൂത്തു. അതിൻ്റെ ഇടയിലാണ് വെള്ളക്കുപ്പികളൊക്കെ വലിച്ചെറിയുന്ന ചിത്രം നമ്മൾ കാണുന്നത്. അത് എടുക്കാനും ഒക്കെ വേണ്ടി ആളുകൾ തിക്കും തിരക്കുമായി താഴെ വീണ ആളുകളെ എല്ലാം ചവിട്ടി മതിച്ചു പോകുന്ന സ്ഥിതി. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഏകദേശം 31 ആളുകൾ മരിച്ചു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് 2 പേര്, മൊത്തം 41 ആളുകളാണ് അവരുടെ ജീവൻ വെടിയേണ്ടി വന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നടത്തിയ ജാഥയിലും അതുപോലെ തന്നെ റോഡ് ഷോയിലും ഇതുവരെ കാണാത്തത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു 1 മാൻ കമ്മീഷൻ ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. അരുണ ജഗദീശൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ വെച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിൻ്റെ അനുസരിച്ച് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ്. പോലീസിൻ്റെ അന്വേഷണം ചിത്തപ്രകൃതമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയമല്ലാത്ത ഒരു സങ്കുചിത ഭാവത്തോടല്ലാതെയുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വിജയ് തനിക്ക് പറ്റിയ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ വിരോധാഭാസം. അപ്പം അത് നമ്മൾ പല വീടുകളിലും പോയപ്പോൾ കണ്ടതാണ്. എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നുള്ള വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവം നടന്ന തൊട്ടടുത്താണ് ഒരു മൂകയും ബധിരയുമായിട്ടുള്ള ഒരു അമ്മയ്ക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അവർക്കൊരേ ഒരു കുഞ്ഞുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ കുടുംബത്തിലെ 3 പേര് നഷ്ടപ്പെടുന്ന സ്ഥിതി, 2 പേര് നഷ്ടപ്പെടുന്ന സ്ഥിതി, അമ്മ നഷ്ടപ്പെടുന്ന സ്ഥിതി, അങ്ങനെ അനാഥമാക്കപ്പെടുന്ന ഒരു ജീവിതം ജനങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാം സംരക്ഷിക്കണമെന്നുള്ള നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. അക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകണം. മറ്റു രീതിയിലുള്ള കോമ്പൻസേഷനെല്ലാം കിട്ടാനുള്ള അതിവേഗത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള നടപടി ചെയ്യണം. അന്വേഷണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയോടുകൂടി ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അതിവേഗത്തിൽ തന്നെ നടത്തണമെന്നാണ് CPM ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഉൾപ്പെടെ ഉള്ള സംഘം ഇവിടെ ഇന്ന് സന്ദർശനം നടത്തി. സഖാവ് ബേബിയും പോളിറ്റ് ബ്യൂറോ മെമ്പർ വാസുകിയും അതുപോലെ ഞാനും അതുപോലെ തന്നെ ദിണ്ടുക്കൽ MP ആയിട്ടുള്ള സച്ചിദാനന്ദം, അതുപോലെ തന്നെ നമ്മുടെ ശിവദാസ് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കൂടിയാണ് പാർട്ടിയുടെ സർപ്പഞ്ച് സംഘം ഇവിടെ സന്ദർശിച്ചത്. എല്ലാ വീടുകളിലും ദയനീയമായ സ്ഥിതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കാൻ കൂടി നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. മനുഷ്യജീവന് കുറേ കൂടി വില കൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവണം. തന്നെയുമല്ല, ഈ പരിചയസമ്പത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സിനിമയിലുള്ള പോലെയാണ് ഈ ജീവിതം എന്നുള്ളത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചില ആളുകളെ കാണുക എന്നുള്ള ഒരു ഇതിലാണ് അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളൊക്കെ എടുത്ത് വരുന്നത്. അപ്പോൾ സിനിമയും യഥാർത്ഥ ജീവിതവും രണ്ടാണെന്ന് ഈ സംഭവം തെളിയിക്കുക. സിനിമയിൽ കാണുന്ന പോലെയല്ല ജീവിതം, രണ്ടാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അതിൻ്റെ ഒരു കാര്യവും കൂടി ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്.